ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ഈ പുഴയും കടന്ന സീരിയലിലെ എപ്പിസോഡിലെ കഥ പറയുകയാണ്. അങ്ങനെ നമ്മുടെ നരയനും കാവേരിയും തമ്മിൽ കൂട്ടിമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ കൂട്ടിമുട്ടിയിട്ടും അവരിങ്ങനെ പരസ്പരം നരയൻ കാവേരിയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കാവേരിയും നരയനും പരസ്പരം മുഖത്തോട്ട് മുഖം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊന്നും നരയൻ അവളെ വിടുന്നില്ല. അങ്ങനെ ഇതേ സമയം നമ്മുടെ ആ വീട്ടിലെ ജോലിക്കാരി ഉണ്ടല്ലോ, ആ ജോലിക്കാരും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴും നരയനും കാവേരിയും ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് അവരാകെ അന്തം വിട്ടിട്ട് അവരാകെ പേടിക്കും. എന്നിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പൊട്ടുന്ന ജാറുണ്ടാവും. ആ ജാറ് ഒരു ജഗ്, ആ ജഗ് താഴത്തോട്ട് വീഴാണ്. അപ്പോൾ ആ വീഴുന്ന ശബ്ദം കേട്ടിട്ടായിരിക്കും പെട്ടെന്ന് നരയൻ സ്ഥലകാലബോധം വീണ്ടും നരയൻ കാവേരിയെ വിടുന്നത്. ആ വിടുന്നതോടുകൂടി കാവേരി പെട്ടെന്ന് ഇപ്പോൾ വെച്ചിട്ട് നിലത്തേക്ക് വീഴും. അപ്പോൾ ശരിക്കും നമ്മുടെ ജോലിക്കാരി അന്തം വിട്ടിട്ട് നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? സ്ത്രീ വിരോധിയായ നരയൻ ഒരു പെൺകുട്ടീനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് അവരാകെ അന്തം വിടണം. അങ്ങനെ പെട്ടെന്ന് കാവേരി വീഴും. കാവേരിക്ക് പിന്നെ എണീക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കാവേരി കൈ പൊന്തിച്ചിട്ട് ഇങ്ങനെ നരയനോട് ഒന്ന് കൈ പിടിച്ച് എണീപ്പിക്കാൻ സഹായിക്കുമോ എന്നുള്ള രീതിയിൽ കൈ ഇങ്ങനെ പൊക്കും. അപ്പോൾ നരയൻ എന്ത് ചെയ്യണം എന്നൊരു പിടുത്തം കിട്ടുന്നില്ല. കാരണം കാവേരി ഇങ്ങനെ കൈ നീട്ടുമ്പോൾ കൈ പിടിക്കണ്ടേ എന്നുള്ളൊരു ആശങ്കയിലാണ് നരയൻ നിൽക്കുന്നത്. പിന്നെ ഒന്ന് പൊടി എടുത്ത് എന്ന് പറഞ്ഞിട്ട് നരയൻ അവളെ കൈ പിടിക്കാതെ അങ്ങോട്ട് പോവാണ്. അങ്ങനെ നരയന് ആകെ ഒരു ഇലിഭ്യമായി. കാരണം എന്താ വെച്ചാൽ ഇങ്ങനൊരു കാവേരിയെ പിടിച്ചതിന് പുറമെ അതൊരാൾ കാണുകയും ചെയ്തല്ലോ. അതും നരയൻ ഇങ്ങനെ മസിലൊക്കെ വീർപ്പിച്ച് നടക്കുന്ന ഒരാളാണ്. അങ്ങനെ നരയൻ അവിടെ നിന്ന് അകത്തോട്ട് കയറിപ്പോവാണ്. അങ്ങനെ ഒരുവിധം കാവേരി അവിടെ നിന്ന് പൊടിയും തട്ടിയിട്ട് മെല്ലെ എണീക്കാൻ നോക്കുകയാണ്. അപ്പോൾ കാവേരിക്കും ഒരു ചെറിയ ചമ്പലുണ്ട്. കാരണം ഈ ജോലിക്കാർ ഇത് കണ്ടല്ലോ. അങ്ങനെ എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് കാവേരി ജോലിക്കാരോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ നരയനും അകത്തോട്ട് റൂമിൻ്റെ ഉള്ളിലോട്ട് കയറി ചെല്ലാണ്. അപ്പോൾ അങ്ങനെ മുത്തശ്ശനും സംസാരിക്കുന്നത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നരയൻ മെല്ലെ അവരുടെ അടുത്തേക്ക് പോകും. അവരുടെ അടുത്ത് പോയിട്ട് അവരോട് പറയുകയാണ്, എനിക്ക് വിവാഹത്തിന് തയ്യാറാണ്, നിങ്ങൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന്. മുത്തശ്ശിയാണെന്ന് വെച്ചെങ്കിൽ എന്താണ് ഇപ്പം പറയുന്നത്? അവർ കേട്ടത് വല്ലതും തെറ്റിപ്പോയതാണോ എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അപ്പോൾ നരയൻ പറയും, ഇല്ല എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കല്യാണം വേണ്ടത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് നരയൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ആ വീട്ടിലെ ജോലിക്കാർ വീണ്ടും അകത്തോട്ട് വരുന്നുണ്ട്. അപ്പോഴും നരയനൊക്കെ തല ചൊറിഞ്ഞിട്ട് ആകെ ഒരു നാണക്കേട് പോലെ ആയിട്ടാണ് നരയൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ ചോദിക്കും, എന്നാലും ഇവനെന്താ മാറ്റം പറ്റിയത്? ഇവന് ഇത്ര പെട്ടെന്നൊരു മാറ്റം എന്താ ഉണ്ടായത് എന്ന് ആലോചിച്ചിട്ട് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ജോലിക്കാരി പറയാണ്, അതിനൊക്കെ ഒരു കാരണമുണ്ട്. നമ്മുടെ നരയൻ കുഞ്ഞിൻ്റെ സ്വഭാവത്തിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മറ്റു സ്ത്രീകളെ കണ്ടാൽ കടിച്ച് കീറുന്ന ആൾക്ക് ഇത്തിരി മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അതിന് കാരണം ഇവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന് പറയും. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുക, എന്താ ആക്സിഡൻറ്റ് എന്ന്. അപ്പോൾ ജോലിക്കാരി ഒന്നും പറയാതെ ഇതിന് കാവേരിയായിട്ട് ഉണ്ടായ കൂട്ടിമുട്ടലിനെ കുറിച്ചൊന്നും പറയാതെ അവൾ തിരിച്ചു പോകും. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പോകും. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലാണെന്ന് വെച്ചാൽ നിള ആകെ ടയേർഡാണ്. നേഴ്സ് വന്ന് നോക്കുമ്പോൾ നിളയുടെ BP ഒക്കെ നല്ല കുറവാണ്. അപ്പോൾ BP കുറവായി കണ്ടപ്പോൾ നേഴ്സ് പറയും, പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കി, കാരണം ഈ കുട്ടിയുടെ BP നല്ല ലോ ആണ് എന്നൊക്കെ. പെട്ടെന്ന് തന്നെ നിങ്ങൾ പൈസ അടച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറയുകയാണ്. ശരി എന്ന് പറയാണ് കാവേരി. അപ്പോൾ കാവേരിക്കാണെച്ചെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഗംഗ വന്ന് ചോദിക്കുന്നുണ്ട്, കണ്ടടി നീ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടില്ലേ, എത്രയും പെട്ടെന്ന് ബാങ്കിൽ പോയിട്ട് നീ എങ്ങനെയെങ്കിലും ആ പൈസ വാങ്ങിക്കുകയെന്ന്. അപ്പോൾ കാവേരി പറയും, പൈസ വാങ്ങാനല്ല ചേച്ചി ബുദ്ധിമുട്ട്, പൈസ അതിൽ ക്രെഡിറ്റ് ആവാനാണ് ബുദ്ധിമുട്ട്. പൈസ ക്രെഡിറ്റ് ആയിട്ടില്ല, ഞാൻ എന്തായാലും ബാങ്കിലൊന്നും കൂടി പോട്ടെ എന്ന് പറഞ്ഞിട്ട് കാവേരി അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുകയാണ്. അപ്പോൾ ഗംഗയ്ക്കാണെച്ചെങ്കിൽ ആകെ ഒരു ആശങ്ക. കാരണം കുട്ടിയുടെ അവസ്ഥ വളരെ മോശമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഗംഗയാണെങ്കിൽ ഒരു ആശങ്കയിൽ നിൽക്കണം. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് നമ്മുടെ നിവിനും രാഗിണിയാണ്. നിവിനാണെച്ചെങ്കിൽ ബോധം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ രാഗിണി നിവിനോട് ചോദിക്കുകയാണ്, നിവിനെ നിനക്ക് ഓറഞ്ച് വേണോ? ഓറഞ്ച് നല്ലതാണ്, ഒരുപാട് വൈറ്റമിൻസ് ഉള്ളതാണ്, കഴിക്കുന്നത് നല്ലതാണ്, നോക്കിക്കേ നിൻ്റെ ആ ആക്സിഡൻറ്റിൻ്റെ പരിക്കൊക്കെ ഒന്ന് മാറാൻ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിവിൻ പറയും, എനിക്കൊന്നും വേണ്ട, നീ ഒന്ന് പോയി തരുമോ ഇവിടെ നിന്ന്, നിൻ്റെ അച്ഛൻ കാരനാണ് ഞാനിവിടെ വന്ന് കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രാഗിണീനെ വഴക്ക് പറയുകയാണ് നിവിൻ. അപ്പം രാഗിണി ചോദിക്കും, നീ എന്നോട് കാണിച്ചതിന് എൻ്റെ അച്ഛൻ ഇത്രയെങ്കിലും തിരിച്ച് കാണിക്കണ്ടേ? അങ്ങനെ ഒരു പരസ്പരം വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്കൊരു നേഴ്സ് വരുന്നത്. അപ്പോൾ നേഴ്സ് വരെ വഴക്കണ്ടിട്ട് അന്തിച്ച് നിൽക്കുകയാണ്. അപ്പോൾ രാഗിണി പറയും, അയ്യോ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾ വന്ന കാര്യം എന്താ വെച്ചാൽ പറഞ്ഞിട്ട് പൊക്കോളൂ, ഞാനും നിവിനും ഇങ്ങനെയാണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നത് ഇങ്ങനെയാണ്. നിവിൻ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ അന്ന്
താലി കിട്ടുന്ന നേരത്തെ ഒരു കുസൃതി കാണിച്ചു. അതിൻ്റെ പകരമായിട്ട് എൻ്റെ അച്ഛൻ ഒരു ചെറിയ കുസൃതി കാണിച്ചു. അതിൻ്റെയൊക്കെ റിസൾട്ടായിട്ടാണ് ഞങ്ങളിവിടെ വന്ന് കിടക്കുന്നത്. നിങ്ങളെന്താണെന്ന് വെച്ചാൽ പറയാനുള്ളത് പറഞ്ഞോളൂ എന്ന് പറയണം. അപ്പോൾ നേഴ്സ് പറയുക ഒന്നുമില്ല, ഒന്ന് സ്കാൻ ചെയ്യണം, അപ്പോൾ ഇത് കൊണ്ടുവരട്ടെ, നമ്മുടെ വീൽ ചെയർ കൊണ്ടുവരട്ടെ എന്ന്. അപ്പോൾ നിവിന് പറയും വീൽ ചെയറൊന്നും വേണ്ട, ഞാൻ വന്നോളാം എന്ന് പറയണം. അങ്ങനെ അപ്പോൾ രാഗിണി പറയും ശരി ഞാൻ പിടിച്ചു കൊടുന്നോളാം എന്ന് പറഞ്ഞിട്ട് നേഴ്സ് പോവും. ആ രാഗിണി നിവിനെ പിടിക്കാൻ നോക്കും, പക്ഷെ നിവിൻ സമ്മതിക്കുന്നൊന്നുമില്ല. നിവിൻ എന്നെ വിട്ടേ എന്ന് പറഞ്ഞിട്ട് നിവിൻ ഞൊണ്ടി നടക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഈ നേഴ്സ് പോയിട്ട് അപ്പുറത്തെ നഴ്സിംഗ് റൂമിൽ നിന്നിട്ട് വേറൊരു നേഴ്സിനോട് പറയുകയാണ്, ദേ ആ ആക്സിഡൻറ്റ് കേസിൽ വിട്ട ഭാര്യയും ഭർത്താവില്ല, അവർ തമ്മിൽ സ്നേഹം ഒന്ന് കാണാം, ആ ഭാര്യ എന്തുപോലെയാണ് ആ ഭർത്താവിനെ സ്നേഹിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ കാവേരി അവിടെ ഇരുന്നിട്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ കാവേരിക്ക് മനസ്സിലായിട്ടില്ല ഇത് നിവിനും രാഗിണിയാണെന്ന്. പിന്നെ നമ്മുടെ കല്യാണാലോചന നോക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ നരേൻ. അങ്ങനെ നരേനെ കല്യാണാലോചന നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ബ്രോക്കറും കൂട്ടുകാരും പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ കൂടി ഇന്ന് വരുന്നുണ്ട്. അപ്പം നരേനാണെച്ചെങ്കിൽ കുളിക്കും വൃത്തിയായും പുതിയ ഡ്രസ്സ് ഇട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ചെറിയമ്മ വന്നിട്ട് പറയാണ്, എടാ നരേനെ ഇന്നല്ലേ അവർ വരാമെന്ന് പറഞ്ഞത്, നീ എന്താ ഒന്നും കുളിക്കുകയോ ഒരുങ്ങുകയൊന്നും ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞ് നരേനെ വഴക്ക് പറയണം. അപ്പോൾ നരേൻ പറയും അവരിങ്ങോട്ട് വരുന്നതിന് ഞാനിപ്പോൾ എന്തിനാണ് ഒരുങ്ങുള്ളത്, ഈ ഡ്രസ്സിൽ കണ്ടാൽ പോരെ എന്നൊക്കെ. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, നീ എന്തായാലും പോയി ഒരുങ്ങുക എന്ന് പറഞ്ഞിട്ട് ചെറിയമ്മ അവനെ ഉപദേശിക്കണം. അതുപോലെ ചെറിയമ്മ പറയും ഒരു കാര്യം ചെയ്തേവേട്ട, നിങ്ങളൊന്നും അവനെ പറഞ്ഞ് മനസ്സിലാക്കി കല്യാണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അവൾ പോവാണ്. അപ്പോൾ ദേവനാണെന്ന് വെച്ചെങ്കിൽ കല്യാണം കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. എങ്ങനെയെങ്കിലും കല്യാണം മുടക്കണം. അതായത് എടാ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ഇങ്ങനെ കെട്ടിയിട്ട പശുവിനെ കെട്ടിയിട്ട പോലത്തെ അവസ്ഥയിലായിരിക്കും, നിനക്കൊരു ഫ്രീഡവും ലഭിക്കില്ല, അങ്ങനെയാണ് എന്നൊക്കെ പറയാണ്. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ഇപ്പോൾ ചെയ്യുന്നത് പോലെ നിനക്ക് ഫ്രീ ആയിട്ട് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ എന്താണ് ബിസിനസ്സിൽ കാര്യങ്ങൾക്ക് ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ എന്തുണ്ടെങ്കിലും അവരിങ്ങനെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കും ഭാര്യ, എവിടെ എത്തിച്ചേട്ടാ. അതുപോലെ കുഞ്ഞുങ്ങളുണ്ടായാലോ കുട്ടികൾക്ക് വാക്സിൻ എടുക്കണം, കുട്ടികളെ നോക്കണം, ഒരു തൊല്ലയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ച് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി പോയാലോ കോടതിയിൽ കയറി ഇറങ്ങി നടക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഈ ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുന്നതാണ് നല്ലത് എന്നാലോചിച്ചിട്ടാണ് ഞാനൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ ദേവരാജ് അങ്ങനെ നരേൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നരേനോട് ചോദിക്കും, ഇതൊക്കെ കേട്ടിട്ട് മനസ്സിലായില്ലേ വിവാഹം നല്ല എളുപ്പമുള്ള പണിയല്ല, ഇനിയും നിനക്ക് വിവാഹം കഴിക്കണ നരേനെ എന്ന് ചോദിക്കണം. അപ്പോൾ നരേൻ പറയും ഇനിയും എനിക്ക് വിവാഹം കഴിക്കണം ഇളയച്ച എന്ന് പറയണം. അങ്ങനെ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരും പെൺകുട്ടിയൊക്കെ കൂടിയിട്ട് അങ്ങനെ കാണാൻ വരികയാണ്. അങ്ങനെ കാണാൻ വന്നതിന് ശേഷം നല്ല പെൺകുട്ടിയാണ് ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയുടെ പെൺകുട്ടി. അതൊക്കെ കഴിഞ്ഞിട്ട് നരേനും ആ പെൺകുട്ടിയും കൂടി സംസാരിക്കാൻ വേണ്ടി പറയണം. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നരേൻ പറയും എനിക്ക് അങ്ങനെ ഒരു ഭാര്യ ഭർത്തൃ ജീവിതത്തിലൊന്നും താല്പര്യമില്ല, അതുകൊണ്ട് അങ്ങനത്തെ ഒരു ലൈഫ് എൻ്റെ കയ്യിൽ നിന്ന് കുട്ടി പ്രതീക്ഷിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടി ശരിക്കും പേടിക്കും. അങ്ങനെ ആ കുട്ടി അയ്യോ അമ്മേ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ വീട്ടുകാരുടെ അടുത്ത് വന്ന് വിവരം പറയുകയാണ്. അങ്ങനെ അത് ആ കല്യാണാലോചന അങ്ങനെ മുടങ്ങും. അതിനുശേഷം നരേൻ്റെ മുത്തശ്ശിക്ക് തീരെ വയ്യാണ്ടൊക്കെ ആവുന്നതാണ് നാളത്തെ എപ്പിസോഡ് കാണിക്കുന്നത്. അപ്പോൾ കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. താങ്ക്